ആവേ മരിയ. എൻ്റെ പേര് ലാൻഡി ഡെൻസൺ. ഞാൻ മേലടൂർ ഇടവകയിൽ നിന്നും വരുന്നു. 2024 ഡിസംബർ 20 ആദ്യമായി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. 10 ദിവസം മുമ്പ് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ചൊവ്വാഴ്ചയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ സാക്ഷ്യം പറഞ്ഞത്. അപ്പോൾ അന്ന് ഞാൻ മാതാവിനോട് ഇവിടെ നിന്ന് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എക്സാം എഴുതിയിട്ടാണ്, ഞങ്ങൾ അബുദാബിയിലാണ്, അപ്പോൾ അവിടെ നിന്ന് IELTSൻ്റെ എക്സാം എഴുതിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അന്ന് വന്ന് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവി അടുത്ത പ്രാവശ്യം ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് സാക്ഷ്യപ്പെടുത്താൻ പറ്റണം, എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് ഞാനിവിടെ എല്ലാവരുടെ അടുത്തും വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് മാതാവിനോട് നേർന്നിട്ടാണ് ഞാൻ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ചൊവ്വാഴ്ച ഇവിടെ നിന്ന് പോയത്. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കറക്റ്റ് പിന്നത്തെ ചൊവ്വാഴ്ച ഞങ്ങൾ ധ്യാനം കൂടിക്കൊണ്ട് കറക്റ്റ് 20 എൻ്റെ റിസൾട്ട് വന്നു. ഞാനതിൽ പാസ്സായി. അതിനാണ് എൻ്റെ ഒരു വലിയ സാക്ഷ്യം. IELTS അല്ലായിരുന്നു. ഞാൻ 2 വർഷം 2023 തുടങ്ങി, ഞാൻ 2023 2024 2 വർഷം ഞാൻ OET എന്ന് പറഞ്ഞ വേറൊരു എക്സാമിന് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തത്. അതിനു മുമ്പേ അന്നൊന്നും ഞാൻ മാതാവിനെ അറിഞ്ഞത് 2024 അപ്പോൾ 2023 എക്സാം എഴുതി തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ ടോക്കൺ ഇട്ട് നോക്കുമായിരുന്നു, ഏത് എക്സാം എഴുതണ്ടേന്ന് കൺഫ്യൂഷൻ, ഏത് രാജ്യത്തേക്ക് പോകണം, അങ്ങനെ ഒരു കൺഫ്യൂഷനായിട്ട് നോക്കുമ്പോൾ എപ്പോഴും എനിക്ക് മാതാവ് തരുന്നത് നറുക്കിൽ വീഴുന്നത് IELTS ആയിരുന്നു. പക്ഷേ എൻ്റെ ബ്രദർ UK ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് എപ്പോഴും ഞാൻ OET തന്നെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഒത്തിരി തവണ ഞാൻ OET എഴുതി, പക്ഷേ മാതാവ് അത് സാധിച്ചില്ല. അപ്പോൾ മാതാവിൻ്റെ ആഗ്രഹം IELTS ആയിരുന്നു. അപ്പോൾ ഈ 2 വർഷം ഞാൻ OET തന്നെ ട്രൈ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, മാതാവ് എപ്പോഴും എനിക്ക് IELTS ആണല്ലോ തരുന്നത്, അപ്പോൾ ഞാനെന്നാൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അതിനു വേണ്ടി OETയുടെ പഠിച്ചിട്ടുള്ള, ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് അത് പഠിച്ചെടുത്തത്. 3 മക്കളുണ്ട്, ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, ഹസ്ബൻഡ് ഡ്യൂട്ടിയുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഓരോ പ്രാവശ്യം പോയി പരീക്ഷ എഴുതുന്നത്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ റീഡിംഗ് മൊഡ്യൂളിന് ഞാൻ ഒരിക്കലും പാസ്സാവത്തില്ല. ബാക്കിയെല്ലാം മാതാവിൻ്റെ കൃപയാൽ രക്ഷിക്കും. പക്ഷേ എനിക്ക് ആ കൺട്രിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ മൊഡ്യൂളിനും B സ്കോർ കിട്ടണമായിരുന്നു. അങ്ങനെ IELTS മാതാവിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ എഴുതി. പക്ഷെ ഞാനൊന്നും പ്രിപ്പറേഷനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രണ്ടിൻ്റെ ബുക്ക് വാങ്ങിച്ച് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെ വീഡിയോസ് കണ്ട് പഠിച്ചെന്നല്ലാണ്ട് OET ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച പോലെ ഞാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു. IELTS ഞാൻ പറഞ്ഞു, ഇതെൻ്റെ മാതാവ് എനിക്ക് തുടക്കം തുടങ്ങി 2023 നറുക്കിടുമ്പോൾ തുടങ്ങി എനിക്ക് കിട്ടുന്നതാണ് IELTS എക്സാം. പക്ഷെ ഞാനത് എൻ്റെ ബ്രദറിൻ്റെ അടുത്തേക്ക് പോകണം, എൻ്റെ ബ്രദർ UK അപ്പോൾ അവരുടെ കൂടെ നിൽക്കണം, അങ്ങനെയുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ OET തന്നെ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഇത് മാതാവ് ആഗ്രഹിക്കുന്നില്ല ഈ എക്സാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇതാവത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടിയും എൻ്റെ ടിക്കറ്റൊക്കെ അച്ഛനെ കണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം IELTS അങ്ങനെ എൻ്റെ മനസ്സിൽ വന്ന് എഴുതി, എനിക്ക് റിസൾട്ട് വന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് മാതാവ് ഓഗസ്റ്റ് 20 എന്ന് പറഞ്ഞ ഡേറ്റ് 2023 തുടങ്ങി കാണിച്ചു തരുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു 2023 ഞാൻ എക്സാം എഴുതിയത്, ആദ്യമായി OET എഴുതി തുടങ്ങുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി 2024 ഓഗസ്റ്റ് 20 എനിക്ക് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കും, എനിക്ക് OET പാസ്സാവാൻ സാധിക്കും എന്ന് വിചാരിച്ച് കറക്റ്റ് ആ ടൈം നോക്കി ഞാൻ എക്സാം എഴുതി. ഓഗസ്റ്റ് 20 റിസൾട്ട് വരുന്ന ടൈം നോക്കി ഞാൻ എക്സാം എഴുതി OET. പക്ഷേ അതിലും റീഡിംഗ് മൊഡ്യൂൾ എനിക്ക് കിട്ടിയില്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഓഗസ്റ്റ് 20 2025 മാതാവ് എനിക്ക് തന്ന ആ അത്ഭുതം നടന്നത്. അത് IELTS ആയിരുന്നു മാതാവ് ഉദ്ദേശിച്ചത്. അതിന് ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും കൂടുതൽ മാർക്ക് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ വലിയൊരു സാക്ഷ്യം. മാതാവിനും തിരുക്കുമാരനും 1 കോടി നന്ദി. ഒരുപാട് കാലത്ത് 2 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് OET എഴുതി ഞാൻ നിരാശപ്പെട്ട്, ഞാൻ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഇതുപോലെ നിരാശപ്പെട്ട് ഒരുപാട് പരീക്ഷകൾ എഴുതി ഫെയിലായി ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം അവർക്കും കിട്ടട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം, ഇവിടെ വന്ന് പോയതിന് ശേഷം ഞങ്ങൾ ഇടുക്കിയിൽ ടൂറ് പോയായിരുന്നു. അപ്പോൾ കാലുമ്മ എന്തോ കുത്തിയിട്ട് കാല് അനക്കാൻ പാടില്ലാണ്ട് ഇടത് കാല് നീരൊക്കെ വന്ന്, അപ്പോൾ എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എന്തോ പാമ്പ് എന്തോ കുത്തിയതാണ് അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, കുഴപ്പമില്ല, ഞാൻ ഉടമ്പടിയിലാണ്, എൻ്റെ മാതാവിൻ്റെ തൈലം എൻ്റെ കൂടെയുണ്ട്. അതുപോലെ ഉപ്പ്, ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ ബാഗിൽ ഉപ്പ്, തൈലം എല്ലാം ഉണ്ടായിരിക്കും, വിശുദ്ധ തൈലം ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാവരും അവിടെ ഫംഗ്ഷന് പോയതാണ്. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, ഇവിടെ അടുത്ത് ഹോസ്പിറ്റലൊക്കെ കുറവാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് 10-20 കിലോമീറ്റർ പോയാൽ മതി ഹോസ്പിറ്റലിൽ പോവാതെ. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, എൻ്റെ കാല് കണ്ടിട്ട് അവർക്ക് പേടിയാവാം. എനിക്ക് ചൊറിച്ചിൽ, വേദന, അങ്ങനെ ഒരുപാട് അസ്വസ്ഥതയുണ്ട്, എന്താ കുത്തിയെന്ന് അറിയത്തില്ല, ഇപ്പോഴും പാടുണ്ട്.
പക്ഷെ ഞാൻ ഈ വിശുദ്ധ തൈലവും ഹസ്ബൻഡും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഉടമ്പടി പ്രാർത്ഥന എല്ലാം ഞങ്ങൾ അവിടെ ഇരുന്ന് ഇടുക്കിയിൽ അവിടെ എടുത്ത അപ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് എല്ലാം കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് 3 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഭയങ്കര അത്ഭുതമായ ഫംഗ്ഷന് പള്ളിയിൽ ചെന്നപ്പോൾ ചോദിച്ചു, മോനെ ഇത് എന്ത് പറ്റി, കാല് എന്താ നീ തേച്ച്, ഏതേതോ ഓയിൽമെൻറ്റ് തേച്ച്? ഞാൻ പറഞ്ഞു ഇത് മാതാവിൻ്റെ തൈലമാണ്. അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി വിശ്വാസമായി മാതാവിന്. ഇടുക്കിയിലുള്ള അവരൊക്കെ ഒന്നും അറിയുന്നില്ല ഇവിടുത്തെ മാതാവിനെ. അന്ന് വന്ന ആൾക്കാർക്കൊന്നും അങ്ങനെ അറിയത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കൊക്കെ അവരുടെ മുമ്പിൽ എൻ്റെ കാലിൻ്റെ സൗഖ്യം അതൊരു വലിയൊരു സാക്ഷിയാക്കാൻ പറ്റിയതിന് മാതാവിന് ഒരു കോടി നന്ദി. അതുപോലെ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലായാലും ഒരുപാട് കാര്യങ്ങളിൽ മാതാവ് കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ എൻ്റെ ഒരുവിധം അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ എന്ത് കാര്യങ്ങൾ അമ്മയോട് ചോദിച്ചാലും അമ്മ എല്ലാ കാര്യങ്ങൾക്കും സമാധാനം ലഭിക്കുന്നുണ്ട്. സാമ്പത്തികമായാലും മക്കളുടെ കാര്യങ്ങളും എല്ലാ കാര്യത്തിലും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ പേപ്പറൊന്നും അങ്ങനെ ഒത്തിരി കൊടുക്കാനുള്ള അബുദാബി പള്ളിയിൽ അച്ഛനോട് അങ്ങനെ അലൗഡ് അല്ല. പക്ഷെ എന്നാലും ഞങ്ങൾ കൊടുക്കുമായിരുന്നു. മുസഫ അങ്ങനെ അടുത്തുള്ള പള്ളികളിലൊക്കെ പോയി കൊടുക്കും. പിന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഇങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ഒരുപാട് പേരുണ്ട്. ഞങ്ങളൊരു അഖണ്ഡ ജപമാല ഗ്രൂപ്പ് തന്നെയുണ്ട് അവിടെ. ഇവിടുന്ന് ഒരു ചേച്ചി കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ 8-ാം തീയതിയാണ് ഞങ്ങളുടെ അഖണ്ഡ ജപമാല തുടങ്ങിയത്. ഈ കേൾക്കുന്ന സാക്ഷ്യം കേൾക്കുന്നവരുണ്ടെങ്കിൽ അബുദാബിയിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ അഖണ്ഡ ജപമാല ഇങ്ങനെ ഒരു വീട്ടിൽ ഞങ്ങൾ നടത്തുന്നുണ്ട്. 13ാമത്തെ അഖണ്ഡ ജപമാലയാണ്. അപ്പോൾ അത് ആ ഗ്രൂപ്പിലുള്ള ചേച്ചിമാർ പറഞ്ഞായിരുന്നു ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ പറയണം. കാരണം ഒരുപാട് പേര് അഖണ്ഡ ജപമാല നടത്തുന്നതിന് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അഖണ്ഡ ജപമാലയിൽ കൂടുമ്പോൾ നമുക്ക് കിട്ടുന്ന അത്ഭുതം എന്ന് പറയുന്നത് വളരെ സമാധാനമാണ്. ഞങ്ങൾ എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച രാവിലെ 10 അബുദാബിയിൽ ഹംദാൻ സ്ട്രീറ്റിലാണ് അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ തരാം. അപ്പോൾ അവരെ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ അഖണ്ഡ ജപമാലയിൽ അപ്പോൾ അബുദാബിയിലുണ്ട് എന്നുള്ളത് ഇവിടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അഖണ്ഡ ജപമാലയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ 13 ജപമാല കഴിഞ്ഞ് ഒത്തിരി അനുഗ്രഹങ്ങളും ഒത്തിരി സാക്ഷ്യങ്ങളും ഞങ്ങൾ അതിൽ പറയുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ഇവിടെ നിന്ന് ഒരു 5 കെട്ട് പത്രം ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച വാങ്ങിച്ച് അങ്കമാലി, അവിടെ ഞങ്ങളുടെ വീട് മേലടൂരാണ്. അപ്പോൾ അങ്കമാലി ആ സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് അർഹിക്കുന്നവർക്ക് കൊണ്ടുകൊടുത്തു. അതുപോലെ ഫുഡ് കൊണ്ടുകൊടുത്തു. പിന്നെ ഒരു സൈഡ് ചാലക്കുടി സൈഡിൽ എല്ലാവർക്കും പേപ്പറും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊടുത്തു. പിന്നെ അതുപോലെ ഞങ്ങളുടെ ബ്രദറിൻ്റെ കുഞ്ഞിന് ഇതുപോലെ തന്നെ അവന് ഇറ്റലിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവന് ചൊറിച്ചിൽ അങ്ങനത്തെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മാതാവിൻ്റെ തൈലൊക്കെ തൂത്ത് അവന് ഒത്തിരി ആശ്വാസമായി. ഇത്രയൊക്കെയാണ് മാതാവിന് ഇത്ര കൂടി ഈ എൻ്റെ മെയിനായിട്ട് IELTS എക്സാമിൻ്റെ ഈ വലിയൊരു സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന്, ഞങ്ങളുടെ കുടുംബത്തിനെ അനുഗ്രഹിച്ചതിനും ഒരു കോടി നന്ദി പറയുന്നു. എഫേസസ് 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്നു. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ മോളിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞത് ഉടമ്പടി ജീവിതത്തിലൂടെയും ജപമാല ഗ്രൂപ്പ് വഴി ജപമാല ചൊല്ലിയതിലൂടെയുമാണെന്നാണ് നമ്മോട് പറയുന്നത്. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി ജീവിതം മനോഹരമാക്കിയവർ, കൃത്യതയോടുകൂടി ശ്രദ്ധയോടുകൂടി വിവേകത്തോടുകൂടി അവർ ചെയ്തപ്പോൾ പരിശുദ്ധമ്മ പരീക്ഷയിൽ വിജയിപ്പിച്ചു. അവരുടെ രോഗത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകി. ഇതിനെല്ലാം ഉടമ്പടി ആണ് അവർക്ക് കാണിച്ചു കൊടുത്തത്. ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ആ കാലിലുണ്ടായിരുന്ന മുറിവിനെ സുഖപ്പെടുത്തിയതെന്ന് മറ്റുള്ളവർ ചോദിക്കാനിടയായി. എന്താ മോളെ ഇതിൻ്റെ കാലിന് നീ ഉപയോഗിച്ചത്? ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ മാറി? അത് ഉടമ്പടി തൈലം പുരട്ടിയതാണ്. അപ്പോഴാണ് അവർക്കത് മാറ്റം സംഭവിച്ചെന്ന് അവർക്ക് പറയാനിടയായി. അപ്പം നേർച്ച വസ്തുക്കളുടെ ഉപയോഗം പരിശുദ്ധമ്മ ഉടമ്പടിയിലൂടെ കൊടുത്ത വലിയ കൃപയാണ്. ഈശോയോട് പറഞ്ഞ് അങ്ങനെ ഈശോയും അമ്മയും ഇവർക്ക് ചെയ്ത വലിയ കൃപകൾക്ക് നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.